കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് വേനൽ ചൂട് രൂക്ഷമായതോടെ കാർഷിക മേഖല പ്രതിസന്ധിയിൽ. വാഴ, കാപ്പി, കുരുമുളക് തുടങ്ങി നിരവധി വിളകൾ ഉണങ്ങി നശിക്കുന്നു. വിളനാശവും വരുമാന നഷ്ടവും കാർഷിക മേഖലയെ കടുത്ത ദുരിതത്തിൽ ആക്കിയിരിക്കുകയാണ്. വേനൽ ചൂടിൽ സംസ്ഥാനത്ത് പലയിടത്തും കൃഷികൾ ഉണങ്ങി നശിക്കുന്നു. കടുത്ത ചൂടിൽ പുഴ, തോട്, കിണർ ഉൾപ്പെടെ വറ്റി വരണ്ടു തുടങ്ങിയതിനു പുറമെയാണ് കൃഷികൾ ഉണങ്ങി നശിക്കുന്നത്. ഭൂരിഭാഗം കർഷകരുടെയും കാർഷിക വിളകൾ കരിഞ്ഞു തുടങ്ങി. വാഴ, കാപ്പി, കുരുമുളക്, ഏലം, ജാതി, കൊക്കോ അടക്കമുള്ള കൃഷികളാണ് കരിഞ്ഞു നശിക്കുന്നത്. സാധാരണ വേനലിനെ പ്രതിരോധിക്കുന്ന പൂവൻ വാഴകൾക്കും ഇത്തവണത്തെ കൊടും ചൂടിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ല. കമുക് കർഷകരും പ്രതിസന്ധിയിലാണ്. ലക്ഷങ്ങൾ വായ്പയെടുത്ത് രാപ്പകൽ അധ്വാനിച്ച് വളർത്തിയെടുത്ത വാഴകൾ കുല വെട്ടുന്നതിന് മുൻപ് തന്നെ ഒടിഞ്ഞു വീഴുന്നത് കാണേണ്ടിവരുന്ന ദുരവസ്ഥയിലാണ് വാഴ കർഷകർ. വർദ്ധിച്ചുവരുന്ന വേനൽ ചൂടിൽ വെള്ളമില്ലാതെ വന്നതോടെയാണ് വാഴക്കുലകൾ വിളയുന്നതിനു മുൻപ് തന്നെ വാഴകൾ ഒടിഞ്ഞു വീഴുന്നതെന്ന് കർഷകർ പറയുന്നു. വിവിധ ബാങ്കുകളിൽ നിന്നായി ലക്ഷങ്ങളോളം വായ്പയെടുത്ത് വാഴകൃഷി നടത്തിവരുന്ന കർഷകരും പ്രതിസന്ധിയിലാണ്. മുൻവർഷങ്ങളിൽ വേനൽ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്ക് പെയ്യുന്ന മഴ കർഷകർക്ക് ആശ്വാസം പകർന്നിരുന്നു. എന്നാൽ ഇത്തവണ മഴ പെയ്യാതെ വന്നതിനാൽ വാഴകൾ ഭൂരിഭാഗവും കുലച്ചതിനു ശേഷം ഒടിഞ്ഞു പോവുകയാണ് ചെയ്തത്. വാഴയിലെ ജലാംശം നഷ്ടപ്പെടുന്നതാണ് ഇത്തരത്തിൽ വാഴ ഒടിയുന്നതിന് കാരണമാകുന്നതെന്ന് കർഷകർ പറയുന്നു. വേനൽ കടുത്തതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇത്തവണ ഹൈറേഞ്ചിലെ കർഷകരും നേരിടുന്നത്. നനയ്ക്കാൻ സൗകര്യമില്ലാത്ത തോട്ടങ്ങളെയാണ് വരൾച്ച കൂടുതലായി ബാധിച്ചത്. എല്ലാ വിളകളും ഉണങ്ങി നശിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. തെങ്ങുകളെ വരെ വരൾച്ച ബാധിച്ചു. ചൂട് കൂടിയതോടെ മിക്ക സ്ഥലത്തും റബ്ബർ ടാപ്പിംഗ് നിലച്ചു. വരുമാനമില്ലാതെ കർഷകരും ജോലിയില്ലാതെ തൊഴിലാളികളും ദുരിതത്തിലായി. വയലുകളിലെ കുളങ്ങൾ വറ്റിയതും പുല്ല് കരിഞ്ഞുണങ്ങിയതും പോത്തു വളർത്തുന്നവരെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ചൂട് കാരണം പാൽക്കറവ കുറഞ്ഞതോടെ ക്ഷീര കർഷകരും പ്രതിസന്ധിയിലായി. പച്ചപ്പുല്ല് ലഭ്യമല്ലാത്തതിനാൽ കാലിത്തീറ്റയെ കൂടുതൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ക്ഷീര കർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിത്ത് കീടനാശിനി നിയമ രൂപീകരണത്തിന് കേന്ദ്ര സർക്കാർ. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അഭിപ്രായപ്പെട്ടു. വിത്തുകളും കീടനാശിനികളും സംബന്ധിച്ച നിയമങ്ങൾ ഏകദേശം തയ്യാറായതായും പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ പാസാക്കുന്നതിനായി അവ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രാദേശിക കാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാജവും നിലവാരമില്ലാത്തതുമായ കീടനാശിനികളുടെ വിൽപ്പന തടയുക എന്നതാണ് ലക്ഷ്യമെന്നും ചൌഹാൻ പറഞ്ഞു. ആരെങ്കിലും വ്യാജമോ ഗുണനിലവാരമില്ലാത്തതോ ആയ വിത്തുകളോ കീടനാശിനികളോ വിതരണം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കും. സംസ്ഥാനങ്ങളുടെ പിന്തുണയോടെ അത്തരം ദുഷ്പ്രവർത്തികൾക്കെതിരെ രാജ്യവ്യാപകമായ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സംസ്ഥാന കൃഷിമന്ത്രി സൂര്യപ്രതാപ് ഷാഹി, ഹോർട്ടിക്കൾച്ചർ മന്ത്രി ദിനേശ് സിംഗ്, 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ സ്റ്റോക്കുകൾ പര്യാപ്തമാണെന്നും രാജ്യം ഇനി ഇറക്കുമതിയെ ആശ്രയിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദക രാജ്യമാണ്. ചൈനയേക്കാൾ മുന്നിലാണ്. കൂടാതെ ഒരു പ്രധാന ഗോതമ്പ് കയറ്റുമതിക്കാരായി മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓർത്തഡോക്സ് തേയിലയ്ക്ക് വൻ ഡിമാൻഡ്. കൊച്ചി ലേലത്തിനായി എത്തിച്ച 92% തേയിലയും വിറ്റതായി റിപ്പോർട്ട്. കൊച്ചി ലേലത്തിൽ ഓർത്തഡോക്സ് തേയിലയ്ക്കുള്ള ആവശ്യകത വർദ്ധിച്ചു. CIS രാജ്യങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും സജീവമായ വാങ്ങൽ താൽപര്യത്തിന്റെ പിന്തുണയോടെ മുഴുവൻ ഇല ഇനങ്ങൾക്കും ഉയർന്ന വില ലഭിച്ചു. ലേലത്തിലെത്തിച്ച 2,73,934 കിലോഗ്രാം ഓർത്തഡോക്സ് തേയിലയിൽ ഏകദേശം 92% വിറ്റു. ഫോബ്സ് ഓർത്തഡോക്സ് CDC തേയിലകളുടെ മൊത്തത്തിലുള്ള വിറ്റുപോകാത്ത അളവ് വെറും 9% മാത്രമായിരുന്നു. സ്ഥിരമായ ഡിമാൻഡ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര മാർഗങ്ങൾ, ശക്തമായ വിപണി ആഗിരണം എന്നിവയുടെ പിന്തുണയോടെ പരമ്പരാഗത തേയിലകൾ ഇപ്പോഴും സ്ഥിരത പുലർത്തുന്നുണ്ടെന്ന് കൊച്ചിൻ ടീ ട്രേഡ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. എന്നിരുന്നാലും മഴക്കുറവും വർദ്ധിച്ചുവരുന്ന താപനിലയും വിള ഉൽപാദനത്തെ ബാധിച്ചതിനാൽ തോട്ടങ്ങളിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. ചില എസ്റ്റേറ്റുകളിൽ വേനൽക്കാല മഴ പെയ്തതിനാൽ ആശ്വാസമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.